ഡോക്ടർ ഗോഡ്വിൻ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സർക്കാരാണ്. ഐ മേ ഈവൻ കോൾ ഇറ്റ് ആസ് ഗവൺമെൻറ് ബൈ ട്രാൻസ്ഫർ സോളിഡാരിറ്റിയിലൂടെ വരുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. തീർത്തും വ്യത്യസ്തമായ ഒരു ഗവൺമെൻറ്റാണ് അത്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ബ്രദർ സോർട്ട് ഓഫ് എ സ്റ്റേറ്റ്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. പക്ഷേ കേരളം അങ്ങനെയല്ല. കേരളം തീർത്തും വ്യത്യസ്തമായ രീതിയിൽ താഴെ നിന്ന് ഷേപ്പ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ഒരു റൈറ്റ് മേക്കിംഗ് സ്റ്റേറ്റാണ് കേരളം എന്ന് ഞാൻ പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിൻ്റെ ഒക്കെ ചരിത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ചാൾസ് സ്റ്റില്ലി എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഞാൻ ഇത് മുൻകൂട്ടി ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് അല്ല പറയുന്നത്. അപ്പോൾ ചാൾസ് സ്റ്റില്ലിയുടെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ, യൂറോപ്യൻ ഹിസ്റ്ററിയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അദ്ദേഹം പറയുന്നുണ്ട് വാർ മെയ്ഡ് ദി സ്റ്റേറ്റ് മെയ്ഡ് ദ വാർ എന്ന് പറയുന്നുണ്ട്. യുദ്ധമാണ് സ്റ്റേറ്റിനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റ് യുദ്ധത്തെയും ഉണ്ടാക്കുന്നു. ഇവർ പരസ്പരം ഇങ്ങനെ വാർ മേക്കിംഗ് സ്റ്റേറ്റ് മേക്കിംഗ് വാർ മേക്കിംഗ്. പക്ഷെ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കിക്കോളൂ, കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ആ അർത്ഥത്തിൽ അങ്ങനെയല്ല. ഗ്ലോബൽ സൗത്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചില രാജ്യത്ത് മാത്രമേ അത് ആ അർത്ഥത്തിൽ ബാധകമാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ യൂറോപ്യൻ ഹിസ്റ്ററിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ഹിസ്റ്ററി ഉള്ള ആളുകളാണ് നമ്മളതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ആ സ്റ്റേറ്റ് എന്തായിരിക്കണം എന്ന ഒരു ചോദ്യം ഞാൻ പലപ്പോഴും സ്വയം ചോദിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാറുള്ളത് ഇറ്റ്സ് എ റൈറ്റ് മേക്കിംഗ് റൈറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങളാണ്. ആ അവകാശ നിർമ്മിതിയാണ് ഭരണനിർമ്മിതിയായിട്ട് മാറുന്നത്. ആ ഭരണനിർമ്മിതി അവകാശ നിർമ്മിതിയായിട്ട് മാറുന്നു. ഇപ്പോൾ നേരത്തെ ഗോഡ്വിൻ സൂചിപ്പിച്ചതുപോലെ പൊമ്പിള സമരം, അല്ലെങ്കിൽ ആശാ വർക്കർ സമരം, അല്ലെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുള്ള ചാലിയാർ സമരം, അല്ലെങ്കിൽ എൻഡോസൾഫാൻ സമരം, ഇത്തരം സമരങ്ങളിലൂടെ സ്റ്റേറ്റ് ഷേപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഈസ് ബീങ് ഷേപ്ഡ് ഫ്രം ബിലോ. അത് ആ റൈറ്റ് മേക്കിംഗ് പ്രോസസ്സിലൂടെ സ്റ്റേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ തന്നെ സ്റ്റേറ്റിന് ഉണ്ടാകാൻ പറ്റുമോ എന്നൊരു ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കാനുള്ള ഒരു സ്പേസ് ഈ കേരളത്തിൻ്റെ 70 വർഷത്തിനകം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് അവിടത്തേക്ക് വരാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ എക്കണോമിക് ഹിസ്റ്ററി. അത് ഞാൻ കാർത്തികേയൻ നായർ സാറിനോട് പറയായിരുന്നു. എക്കണോമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലീനിയർ സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് നെവർ റിട്ടൺ ആസ് എ ലീനിയർ സ്ക്രിപ്റ്റ്. അങ്ങനെയല്ല അത്. കാരണം അത് ഒട്ടേറെ ഈ സബ് തീംസിൻ്റെ ഒരു ഇൻട്രാക്ഷനിലൂടെയാണ് എക്കണോമിക് ഹിസ്റ്ററി ഉണ്ടായിട്ടുള്ളത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, പൊളിറ്റിക്സ് ഹിസ്റ്ററിയിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ് ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ നിങ്ങൾ പറയുന്ന ഈ നേരത്തെ ഗവൺമെൻറ്റൊക്കെ പറഞ്ഞ ഒരു 70 years ഓഫ് ട്രാജക്ടറീസ് ഉണ്ടല്ലോ, ട്രാജക്ടറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഹിസ്റ്ററിയെ നമ്മൾ ലീനിയറായിട്ട് കാണാൻ കഴിയില്ല, മറിച്ച് അതൊരു നോൺ ലീനിയറായിട്ട് മാത്രമേ കാണാൻ കഴിയൂ എന്ന ഒരു രീതി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു നോൺ ലീനിയർ ഹിസ്റ്ററിയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന വളരെ ലളിതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കണം തോന്നുന്നത്, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക്കലി ഇറ്റ്സ് കൺസേൺസ് ഓഫ് ദ പാസ്റ്റ് അല്ലേ? നമുക്കൊക്കെ അറിയാമല്ലോ, കൺസേൺസ് ഓഫ് ദ പാസ്റ്റ്. പക്ഷേ നിങ്ങൾ എപ്പോഴാണ് ഹിസ്റ്ററി എഴുതുന്നത്? യു ആർ റൈറ്റിംഗ് ഹിസ്റ്ററി ഇൻ ദ പ്രസൻറ്റ് അല്ലേ? പ്രസൻറ്റിലിരുന്നാണ് നിങ്ങൾ ആ ഹിസ്റ്ററി എഴുതുന്നത്. സോ ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റ് എന്ന ഒരു ദീർഘമായ ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഹിസ്റ്ററിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്ന് പറയുന്നത് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി എൻഡ്. ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി എൻഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? യു ഹാവ് ടു പ്രോബ്ലമറ്റൈസ് ദ പ്രസൻറ്റ്. ഇന്നത്തെ കാര്യം എന്താണ് എന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ മുന്നേ സംസാരിച്ച രണ്ടുപേരും, ഇപ്പോൾ കാർത്തികേയൻ സാറായാലും ഗോഡ്വിനായാലും പറഞ്ഞത്, ഇത് വിശ്വതലത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നു കേരളം. എന്തുകൊണ്ടായിരിക്കാം കേരളം വിശ്വതലത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്? ആ പ്രസൻറ്റ് എന്ന് പറയുന്നത്, ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ആ മാറ്റം? ഒരു
പെട്ടെന്ന് ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് പറയാം. കാരണം ഇപ്പോൾ കാർത്തികൻ സാർ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ അഖിലേന്ത്യാ ശരാശരിയേക്കാളും 50-60% അധികമാണ് നമ്മുടെ ആളോഹരി വരുമാനം, കേരളത്തിൻ്റെ ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 92 എർത്ത് ഐലൻഡ് ജേണൽ എന്ന് പറയുന്ന ഒരു ജേണലുണ്ട്. ആ 92 ലക്കത്തിൽ നമ്മുടെ റിച്ചർഡ് ഫ്രാങ്കി ബാർബറ ചേസിനും കൂടി എഴുതി വെച്ച ഒരു കാര്യം എന്താണെന്നറിയാം? ലോകത്തിലെ ഏറ്റവും പൂറസ്റ്റ് കൺട്രീസിൻ്റെ കണക്കെടുത്താൽ അതിൽ 9th പൂറസ്റ്റ് കൺട്രി വിത്തിൻ കോട്ട് അത് കേരളമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 92 ആ ആർട്ടിക്കിൾ വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വേണം പറയാം ഒരു 92 വരുന്ന ലേറ്റ് 80s അവരത് എഴുതിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് ലോകത്തിലെ പൂറസ്റ്റ് കൺട്രീസിൻ്റെ കണക്കെടുത്താൽ അതിൽ 9th പൂറസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് കേരളമാണ് എന്ന് അന്ന് പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് പറയുന്നത്? ഏർലി 90s. അപ്പോൾ അതിനർത്ഥം ലേറ്റ് 80s വരെ കേരളം എന്ന് പറയുന്നത് വൺ ഓഫ് ദ പൂറസ്റ്റ് റീജിയൻസ് ആയിരുന്നു ഇൻ ദ വേൾഡ്. വൺ ഓഫ് ദ പൂറസ്റ്റ് റീജിയൻസ്, വൺ ഓഫ് ദ പൂറസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ 80 കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ 3/4 ഓഫ് ദി നാഷണൽ ആവറേജ് ആയിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഇൻകം. അത്രയും കുറവാണ്. നിങ്ങളൊരു ഗ്രാഫ് വേണമെങ്കിലൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഒരു ഇക്വാളിറ്റി ലൈൻ, ആ ലൈനിൻ്റെ താഴെയാണ് നമ്മളെ കേരളത്തിൻ്റെ ആളോഹരി ഇൻകം, നാഷണൽ ആവറേജിനേക്കാളും എത്രയോ താഴെ. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു, ഇന്ന് 50-60% അധികമാണ്. അത് അഖിലേന്ത്യാ ശരാശരിയുടെക്കാളും മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സംഭവിച്ചത് ഒരു ഡൈവേർജൻസ് സംഭവിച്ചിരിക്കുന്നു. നാഷണൽ, ഇത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി, ഒരു കർവ് ഇങ്ങനെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഇവൻ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇന്ത്യയും കേരളവും തമ്മിൽ ഒരു ഡൈവേർജൻസ് സംഭവിച്ചിരിക്കുന്നു അല്ലേ? പക്ഷെ നിങ്ങൾ ഈ സോഷ്യൽ ഡെവലപ്മെൻ്റ് കാര്യം എടുക്കുമ്പോൾ, നേരത്തെ കാർത്തികൻ സാർ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ എടുക്കുമ്പോൾ സംഭവിച്ചെന്താ? നമ്മൾ വളരെ മുമ്പേ തന്നെ വളരെ മുമ്പിലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് നേരത്തെ ഞാൻ പറഞ്ഞ ജേണൽ ഉണ്ടല്ലോ, എർത്ത് ഐലൻഡ് ജേണൽ, ആ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതായത് വൺ ഓഫ് ദി പൂറസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്, 9th പൂറസ്റ്റ് ആണെങ്കിൽ പോലും ഇത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനിൽ വളരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനർത്ഥം എന്താ? ഇന്ത്യ പുറകിലാണെന്നാണ് അല്ലേ? ഇൻകത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ ഇന്ത്യ മുമ്പിലായിരുന്നു, നമ്മൾ കുറേ പുറകിലായി. മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അതേസമയം സോഷ്യൽ ഡെവലപ്മെൻ്റ് കാര്യത്തിൽ നമ്മൾ കുറേ മുമ്പിലായിരുന്നു, പക്ഷേ ഇന്ത്യ പുറകിലായി. ഇന്ത്യ പതുക്കെ കേരളത്തെ ക്യാച്ചപ്പ് ചെയ്തു. ഇന്ത്യ പതുക്കെ കേരളത്തിൽ ക്യാച്ചപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം കൺവേർജ് ചെയ്തു എന്നാണ് അല്ലേ? അത് തമ്മിൽ കൺവേർജ് ചെയ്യപ്പെട്ടു. പക്ഷേ അതിങ്ങനെ പോവുകയാണ്, കൺവേർജ് ചെയ്ത് പോവാം. പക്ഷേ ഇൻകത്തിൻ്റെ കാര്യത്തിൽ കേരളം എന്ത് ചെയ്തു? ഇന്ത്യയെ മറികടന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോയി. ആൻഡ് ഇന്ത്യ വാസ് ഇൻ എ പൊസിഷൻ ടു മെയിൻറ്റെയിൻ ദി ഹയർ ലെവൽസ് ഓഫ് ക്വാളിറ്റീസ് ഇൻ ബോത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഇങ്ങനൊരു മിറക്കിളാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു മിറക്കിൾ. അതുകൊണ്ടാണ് ഞങ്ങളിതിനെ മിറക്കിൾ സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ കാരണം. ഈ കേംബ്രിഡ്ജ് പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്ത നേരത്തെ ഗവൺമെൻറ് പറഞ്ഞ കാർത്തികൻ സാർ പറഞ്ഞ ആ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിന് മിറക്കിൾ സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ കാരണം ഇതുകൊണ്ടാണ്. ദിസ് ഇസ് എ മിറക്കിൾ. കാരണം ഇത്രയും വർഷങ്ങൾ, ദശാബ്ദങ്ങൾ ഇത്രയും താഴെ കിടന്ന ഒരു എക്കോണമി എങ്ങനെയാണ് ഇത്രയും മുകളിലേക്ക് പോയത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പറഞ്ഞു, അല്ലേ, നിങ്ങളെല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ പാരൻസൊക്കെ പറഞ്ഞു, എന്താ പറഞ്ഞത്? കേരള ഇസ് ഡിഫറെൻറ്റ് അല്ലേ? ദാറ്റ് ഹാസ് ബിക്കം ദ ക്യാച്ച് ഫ്രേസ് ഇൻ കേരള. നമ്മളെല്ലാവരും വലിയ അഭിമാനത്തോടുകൂടി പറഞ്ഞു കേരള ഇസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഹാസ് ബിക്കം ദ ക്യാച്ച് ഫ്രേസ്. പക്ഷേ ഇവിടുത്തെ എക്കോണമിസ്റ്റുകൾ, ഇവിടുത്തെ ഹിസ്റ്റോറിയൻസ് അത് വേണ്ടത്ര ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്ന ഒരു പരാതി വെച്ചും കൂടിക്കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ബട്ട് നോട്ട് ദ വേ യു തിങ്ക്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ബട്ട് നോട്ട് ദ വേ യു തിങ്ക്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അത് ആ അർത്ഥത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു പ്രിമൈസാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്.
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താ അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ സംസാരിച്ചവരിൽ ആ ഒരു സൂചനയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഈ ഗ്രോത്തിൽ എന്താ പറയുക, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അല്ലേ, അതൊക്കെയാണ് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ പ്രോക്സീസ്. ഇത് സ്വാഭാവികമായിട്ടും ഗ്രോത്ത് ഉണ്ടാക്കിക്കൊള്ളും എന്ന ഒരു സമീപനം നമ്മുടെ ഇടയിലുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട വ്യക്തി മറ്റാരുമല്ല, നമ്മളൊക്കെ വളരെയധികം എന്താ പറയുക ആരാധിക്കുന്ന അമർത്യാസനെ പോലുള്ള ആളുകളാണ്. അവരൊക്കെ പറഞ്ഞത് ഇത് വളരെ പ്രധാനമാണ്, ഇതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രോത്ത് ഉണ്ടായിക്കൊള്ളും എന്ന ഒരു സന്ദേശമാണ് വന്നത്. ബട്ട് ഐ ടെൽ യു ഫ്രാങ്ക്ലി, ദാറ്റ്സ് നോട്ട് എ സസ്റ്റൈനബിൾ ആർഗ്യുമെൻറ്റ്. ദാറ്റ്സ് നോട്ട് എ സസ്റ്റൈനബിൾ ആർഗ്യുമെൻറ്റ്. സസ്റ്റൈനബിൾ ആർഗ്യുമെൻ്റ് അല്ല എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 56 മുതൽ അല്ലെ 57 മുതലുള്ള ആദ്യത്തെ 20-25 വർഷം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകണമായിരുന്നു. കാരണം ഹൈ ലെവൽ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി, പക്ഷേ ഗ്രോത്ത് ഉണ്ടായില്ല, സ്റ്റാഗ്നേഷനായിരുന്നു. അവിടെ കിടക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യ കാച്ചപ്പ് ചെയ്തു എന്ന് പറഞ്ഞു, സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ കേരളത്തെ കാച്ചപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാകണമായിരുന്നു, ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തിൻ്റെ കാര്യം എടുത്താലും ഇന്ത്യയുടെ കാര്യം എടുത്താലും അമർത്യ സെൻ ആയാലും അല്ലെ അതുപോലുള്ള സ്കൂൾസ് ഓഫ് തോട്ട്, അവരെ മുന്നോട്ട് വെക്കുന്ന ആ ആർഗ്യുമെൻറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് പെർസ്യൂസീവ്. അതത്ര പെർസ്യൂസീവ് അല്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ളൊരു വിഷയം ഉണ്ട്. അവിടെയാണ് നമ്മൾ വീണ്ടും ഈ ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റിലേക്ക് ഒന്ന് തിരിച്ചു വരേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റ്. ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ പറയാറുണ്ട് 2047 ആകുമ്പോഴത്തേക്കിലും നമ്മൾ ഡെവലപ്ഡ് എക്കോണമി, ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ് എന്ന് പറയാറുണ്ട്, നമ്മൾ ആവാറുണ്ട്. 2047 പ്രത്യേകത എന്താ? സെൻറ്റിനറി ഇയർ ആണ് നമ്മൾ, അല്ലേ? അപ്പോൾ 2047 ആകുമ്പോഴത്തേക്കും നമ്മൾ ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ്, വി ആർ ഓൾ ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് പറയുന്നത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അത് വരികയാണ് വളരെ നല്ല കാര്യം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നം എന്താ? ഈ ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്ഡ് എക്കോണമിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഡെവലപ്ഡ് എക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഗ്രോത്ത് ഇൻ ഇൻകം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ്. ഇറ്റ്സ് മച്ച് മോർ ദാൻ ദാറ്റ് ആൻഡ് യു വിൽ ഹാവ് ടു അക്കോമഡേറ്റ് വാട്ട് ഈസ് പോപ്പുലർലി നോൺ ആസ് SDG ഗോൾസ്. അവിടെ SDG ഗോൾസും നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് നിങ്ങളുടെ എക്കോണമി അല്ലെങ്കിൽ നിങ്ങളുടെ ലാർജർ സൊസൈറ്റി എവിടെ എത്തി നിൽക്കും എന്ന് നിങ്ങൾക്ക് വിഭാവനം ചെയ്യാൻ കഴിയണം. അങ്ങനെ വിഭാവനം ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യ എത്താനുള്ള സാധ്യത ഞാൻ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതെന്താണ്? അതിനെത്രയോ മുമ്പേ തന്നെ കേരളം ആ സ്റ്റാറ്റസിലെത്തും എന്നുള്ളതാണ്. മറ്റേത് ഞാൻ തള്ളിക്കളയുന്നില്ല, അതിൻ്റെ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയണം, നമ്മൾ വി നീഡ് ടു സപ്പോർട്ട് ദാറ്റ്. പക്ഷേ അതിനേക്കാൾ മുമ്പേ നമുക്ക് എഷ്യൂർ ചെയ്യാവുന്ന ഒരു കാര്യം, കേരള നിർബന്ധമായും ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിലെത്തും എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നേരത്തെ എത്തിക്കഴിഞ്ഞു. എക്കോണമിയിൽ മാത്രമേ നമ്മൾ ഗ്രോത്ത് ആവശ്യമുള്ളൂ. അതേസമയം ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എക്കോണമിക് ഗ്രോത്ത്, ഇപ്പോൾ കോർപ്പറേറ്റ് ക്യാപിറ്റൽ വളരെയധികം എന്താ പറയുക അസറ്റ് ബിൽഡിങ്ങും അതും ഇതൊക്കെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ GSDP-യിലൊക്കെ വർധനവ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സോവിയറ്റ് റഷ്യയുടെ USSR കാര്യം എടുത്താൽ മതി. നിങ്ങൾ USSR ഈ അടുത്ത കാലത്ത് അത് ഒരു അപ്പർ മിഡിൽ ഇൻകം കൺട്രിയിൽ നിന്ന് ഹൈ ഇൻകം കൺട്രിയിലേക്ക് പോകും, ചാടിപ്പോയിട്ടുണ്ട്. അതൊരു വേൾഡ് ബാങ്കിൻ്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഈ ലോവർ ഇൻകം, ലോവർ മിഡിൽ ഇൻകം, അപ്പർ മിഡിൽ ഇൻകം, ഹൈ ഇൻകം എന്നൊക്കെ പറയുന്ന കാറ്റഗറീസ്. ഇത് അപ്പുറത്ത് പോയി ചാടിപ്പോകാനുള്ള ഒരു റീസൺ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ ഉക്രൈൻ വാറാണ്. ഉക്രൈൻ വാറിൻ്റെ ഭാഗമായിട്ട് കണ്ടമാനം ഈ വാർ എക്യുപ്മെൻറ്റ് വാങ്ങുകയും പ്രൊഡക്ഷൻ നടത്തുകയും മാനുഫാക്ചറിങ്ങും നടക്കുകയും അങ്ങനെ എക്കോണമി അങ്ങനെയൊക്കെ പല രീതിയിലും വരാം. ഞാൻ പറഞ്ഞു വരുന്നത് കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എന്തുകൊണ്ടാണ്? കേരളം ഇപ്പോൾ തന്നെ അപ്പർ മിഡിൽ ഇൻകം കൺട്രി എത്തി എന്ന് പറയുന്നതാകും നമുക്ക് ശരി. ഇന്ത്യ പക്ഷേ കുറേ പുറകിലാണ്. ഇന്ത്യ ഇപ്പോഴും എന്താ പറയുക ആ ലോവർ മിഡിൽ ഇൻകം കൺട്രിയിലിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ചിലപ്പോൾ നിങ്ങൾ മാപ്പ് നോക്കിയാൽ കേരളവും അതിലല്ലേ കിടക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഫാസ്റ്റ് നിയറിങ് ടു അപ്പർ മിഡിൽ ഇൻകം കൺട്രി എന്ന് പറയുമ്പോൾ എന്താ? ചൈനയുടെ
സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ബ്രസീലിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, മെക്സിക്കോൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ആൻഡ് ഓഫ് കോഴ്സ് ഐ വുഡ് ഈവൻ ആഡ് റഷ്യ ഫോർ USSR ഫോർ റഷ്യ ഫോർ ഇൻസ്റ്റൻസ്. എല്ലാം മാറിപ്പോകുന്നു സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ സംശയം എന്താ, അതെങ്ങനെ സാധ്യമായി? ആ മിറക്കിൾ എന്താണ്? ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ സാധ്യമാകുന്നത്? അവിടെയാണ് നമ്മൾ കുറച്ചും കൂടെ പുറകിലേക്ക് പോയി കേരളത്തിൻ്റെ എക്കണോമിക് ഹിസ്റ്ററി, പ്രത്യേകിച്ച് 57 ശേഷമുള്ള എക്കണോമിക് ഹിസ്റ്ററി പഠിക്കാൻ നമ്മൾ ഒന്ന് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ 1900 മുതൽ തന്നെ ഇത് ഒരു ഡിസ്റ്റിങ്ക്ട് പൊളിറ്റിക്കൽ യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഡിസ്ട്രിക്ട് ഓഫ് മലബാർ ഉണ്ട്, നിങ്ങൾക്ക് ട്രാവൻകൂർ ഉണ്ട്, കൊച്ചിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ തന്നെ പ്രധാനമായിട്ടും എന്താ പറയുക, ഒരു 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 യുണീക്കായിട്ടുള്ള, വളരെ ഏതാണ്ട് യൂണിഫോം ആയിട്ടുള്ള ഒരു ജിയോഗ്രാഫിയും ജിയോളജിയും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജിയോഗ്രാഫിയും ജിയോളജിയും നൽകുന്ന ഒരു എഗ്രോ ക്ലൈമാറ്റിക്, എഗ്രോ എക്കോളജിക്കൽ ഒരു റീജിയൻ ആ അർത്ഥത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈസ്റ്റേൺ ബോർഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ഹാവ് യുവർ മൈറ്റി വെസ്റ്റേൺ ഗാർഡ്സ്. നിങ്ങൾ സൗത്ത് വെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റൽ ലൈൻ ഉണ്ട്, അതിനിടയ്ക്കുള്ള നിങ്ങളുടെ നാരോ സ്ട്രിപ്പ്. ഇതാണ് നിങ്ങളുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫെസിലിറ്റീസ്, പ്രത്യേകിച്ച് കോസ്റ്റൽ ഫെസിലിറ്റീസ്, അത് ഒരു വെസ്റ്റ് ഏഷ്യൻ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സെഞ്ച്വറീസ് ഓൾഡ് വെസ്റ്റ് ഏഷ്യൻ കണക്ഷൻ. നിങ്ങളുടെ ചെറിയ ട്രേഡ് പോലും സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു വെസ്റ്റ് ഏഷ്യൻ കണക്ഷൻ ത്രൂ സീ റൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമാണോ? അല്ല, നിങ്ങളുടെ അഗ്രോ ക്ലൈമാറ്റിക് സോൺ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഫേവറബിൾ ഫോർ ട്രീ ക്രോപ്സ്, അങ്ങേയറ്റം ഫേവറബിൾ ആണ് ഫോർ ബോത്ത് ട്രീ ക്രോപ്സ് ആൻഡ് സീസണൽ ക്രോപ്സ് ഏതെടുത്താലും. അപ്പോൾ ആ ട്രീ ക്രോപ്സ് മിഡ് 19th സെഞ്ച്വറി മുതൽ ഇവിടെ എമർജ് ചെയ്തിട്ടുണ്ട്. ടീ വരുന്നു. 1824 മുതൽ കോഫിക്ക് ഭൂമി കൊടുക്കണം എന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിഡ് 19th സെഞ്ച്വറി എടുക്കാം. മിഡ് 19th സെഞ്ച്വറി ആകുമ്പോഴത്തേക്കിലും മെട്രോപൊളിറ്റൻ ഫോറിൻ ക്യാപിറ്റൽ വരുന്നു, അവർ പ്ലാന്റേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ ത്രൂ കമോഡിറ്റീസ് കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും 1956-57 ഒക്കെ ആകുമ്പോഴത്തേക്കിലും ആ കമോഡിറ്റി ഡ്രിവൺ ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമോഡിറ്റി ഡ്രിവൺ ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ. പക്ഷെ പിന്നെ എന്താ ഇതിന് സംഭവിച്ചത്? അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, 57 മുതലുള്ള പിന്നീടുള്ള പൊളിറ്റിക്സാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഒരു ക്ലാസിക്കായിട്ടുള്ള, ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു വലിയൊരു ഫ്ലാഗ്ഷിപ്പ് ആക്ഷൻ അല്ലെ ഫ്ലാഗ്ഷിപ്പ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസാണ്. അത് നമ്മുടെ ഫസ്റ്റ് EMS മിനിസ്ട്രിയുടെ EMS, VR കൃഷ്ണർ, KR ഗൗരിയമ്മ ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഒരു ഓർഡിനൻസ് പാസ്സാക്കുന്നു. അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ എന്നുള്ള രീതിയിൽ കേരള എഗ്രേറിയൻ റിഫോംസ് ആക്ട് വരുന്നു. 57 വരുന്നു, 59 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരുന്നു. പക്ഷേ അത് പാസ്സാക്കപ്പെടുന്നില്ല. ഗവൺമെൻറ് ടോപ്പിൾ ചെയ്യപ്പെടുന്നു. ഗവൺമെൻറ് ടോപ്പിൾ ചെയ്യപ്പെടുന്നതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. അത് നിങ്ങൾ ഒരുപക്ഷെ ഈ കാസ്റ്റ് കമ്മ്യൂണൽ അലയൻസസ് എന്ന രീതിയിൽ മാത്രമായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പക്ഷേ അങ്ങനെ മാത്രമല്ല, നമുക്കറിയാം അതിൽ ബ്രിട്ടീഷ് ബിസിനസ് ലോബി വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് സീക്രട്ട് ഏജൻസ് കാര്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അമേരിക്കൻ CIA പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അവരും ഇവിടുത്തെ നാഷണൽ കോൺഗ്രസും ഇവിടുത്തെ ട്രേഡ് യൂണിയനും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്യുന്നത്. അത് ടോപ്പിൾ ചെയ്യുന്നു. പക്ഷേ 69-70 ആകുമ്പോഴത്തേക്കിലും വീണ്ടും നമ്മൾ കേരള അഗ്രേറിയൻ ലാൻഡ് റിഫോംസ് ആക്ട് വരുന്നു. ഇത് വളരെ വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു ലിബറേറ്ററി ഫോഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ലാൻഡ് ലോഡിസം വാസ് അബോളിഷ്ഡ്, ഫ്യൂച്ചർ ടെനൻസി വാസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്, കുടിയെടുപ്പുകാർക്ക് അവർക്ക് കൂടുതൽ പവർ കിട്ടുന്നു. അങ്ങനെ ഒരു വലിയൊരു ചേഞ്ചാണ് കേരള എക്കോണമിയിൽ സംഭവിച്ചിരിക്കുന്നത്. ലേബർ റിയലി ഗോട്ട് ലിബറേറ്റഡ്. ദേ സ്റ്റാർട്ടഡ് മൂവിങ് ഔട്ട്.
അങ്ങനെ അവരും പുതിയ എമർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന ഇൻഡസ്ട്രീസിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ ക്ലാസ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ 50കളിൽ കേരളത്തിൻ്റെ ടോട്ടൽ വർക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 40% ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആയിരുന്നു. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ ഒരു 25-30% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം അന്ന് തന്നെ ഒരു ഇൻഡസ്ട്രി ബേസ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം, കൊല്ലത്ത് കാഷ്യൂ ഫാക്ടറീസ് നിറഞ്ഞു കിടക്കുന്നു, ആലപ്പുഴയിൽ കൊയർ വരുന്നു, തലശ്ശേരി കോഫി ക്യൂറി ഫാക്ടറീസ് നിറഞ്ഞു കിടക്കുന്നു, തൃശ്ശൂർ കോട്ടയം എന്നൊക്കെ പറയുന്നത് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വരുന്നു. എന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ ബാങ്ക്സ് വരുന്നു, മറ്റുള്ള സംഭവങ്ങൾ ആ ഭാഗത്തുണ്ടാകുന്നു. ആലുവ പ്രദേശത്ത് കുറേ കൂടെ മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരുന്നു, ഫെർട്ടിലൈസേഴ്സ് വരുന്നു, അലൂമിനിയം വരുന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ ബേസ് അന്ന് ഉണ്ടായിരുന്നു. ആ ഇൻഡസ്ട്രിയൽ ബേസിൻ്റെ ഓണർഷിപ്പ് ആരാണെന്ന് നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടാവണം. ആ ഓണർഷിപ്പ് എന്ന് പറയുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ഫോറിൻ ക്യാപിറ്റലാണ്. ഫോറിൻ ക്യാപിറ്റൽ നിർണായക പങ്ക് വഹിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബിഗ് ബിസിനസ് ഫേംസും നിർണായക പങ്ക് വഹിച്ചു. അപ്പോൾ ഇങ്ങനെയൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന കേരളം, ആ കേരളത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ 2-2.5 ദശാബ്ദം വരെ 56, 66, 76 വരെ ചുരുങ്ങിയ പക്ഷം ആ എക്കോണമി സ്റ്റാഗ്നൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മളെ എക്കോണമി അന്ന് സ്റ്റാഗ്നൻ്റ് ആയി എന്ന ചോദ്യമാണ്. അപ്പോൾ അതിന് ആ ലെവലിൽ നിർത്തുന്നതിൽ നമ്മുടെ വേണ്ട രീതിയിലുള്ള ഒരു റീഇൻവെൻഷൻ ഓഫ് എക്കണോമിക് സ്ട്രാറ്റജീസോ അല്ലെ റീഇൻവെൻഷൻ ഓഫ് പൊളിറ്റിക്സോ നടന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, അന്ന് ഉണ്ടായിട്ടുള്ള പല നടപടികളും ആ അർത്ഥത്തിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കുന്ന ഒന്നായിരുന്നില്ല. നമ്മളപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ സോഷ്യൽ ഡെവലപ്മെൻറ്റാണ്. നല്ല കാര്യം. കാരണം നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ഈക്വാലിറ്റി ആണല്ലോ നമ്മൾ ലാൻഡ് റിഫോംസിലൂടെ ആയാലും നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കേരള എഡ്യൂക്കേഷൻ ബില്ലൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ നേടാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്, എക്കണോമിക് ജസ്റ്റിസും സോഷ്യൽ ഈക്വാലിറ്റിയാണ്. പക്ഷേ ദാറ്റ് വാസ് നോട്ട് കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായില്ല. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഒരു ഇതില്ലാതെ വന്നപ്പോൾ അതിന് ഒരു മാറ്റം വരണം എന്നുള്ള ഒരു വിഷയം സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തു, സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ കമ്മിറ്റ് ചെയ്തു. ആ കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാവുന്ന തലത്തിൽ എക്കോണമിയിൽ വളർച്ച ഉണ്ടാവണം. അതുകൊണ്ടാണ് 90s ആകുമ്പോഴത്തേക്കും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 90s ആകുമ്പോഴത്തേക്കും കേരളത്തിലുള്ള ഡിബേറ്റുകൾ മുഴുവൻ അവർ വലിയ വേവലാതിപ്പെട്ടു. അല്ലേ, കേരള മോഡൽ സർവൈവ് ചെയ്യില്ല, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കേരള മോഡൽ സർവൈവ് ചെയ്യില്ല എന്ന് ഒരു വലിയൊരു വാദം ഇപ്പോൾ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ എക്കോണമിസ്റ്റുകളായാലും മറ്റ് എക്കോണമിസ്റ്റുകളായാലും അവരൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവിടെ നേരത്തെ അമർത്യ സെന്നിന് ബദലായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ് നേരത്തെ ജഗദീഷ് ഭഗവതി മുന്നോട്ട് വെച്ചിരുന്നു. എന്താണ്? എക്കണോമിക് ഗ്രോത്ത് വേണം, എന്നിട്ട് വേണം നിങ്ങളതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്നൊരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി നേരത്തെ തന്നെ. സെന്നിൻ്റെ ഒരു ആർഗ്യുമെൻറ്റിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഫലത്തിൽ അത് ശരിയാണോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലും വരുന്നു വരികയാണ്. ശരിയാണ്, എക്കണോമിക് ഗ്രോത്ത് വേണം. എക്കണോമിക് ഗ്രോത്ത് ഇല്ലെങ്കിൽ നിങ്ങളെ കമ്മിറ്റഡ് ആയിട്ടുള്ള അജണ്ട നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന ഒരു സംഭവം വന്നു. അപ്പോൾ ഈ 60കൾ മുതൽ ഏതാണ്ട് 70കളുടെ പാതി വരെ സംഭവിച്ചിട്ടുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഡി എഗ്രേറിയനൈസേഷനാണ്. എന്ന് വെച്ചാൽ അഗ്രികൾച്ചറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് കുറഞ്ഞു. മാത്രമല്ല, ഒരു ഡി ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. എന്തുകൊണ്ടാണ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 2 തരത്തിലുള്ള ക്യാപിറ്റലാണ് അന്നത്തെ ഈ വ്യാവസായിക മൂലധനമായിട്ട് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നത്. പക്ഷേ ആ വ്യാവസായിക മൂലധനം, ഒരു ടൈപ്പ് ഓഫ് മൂലധനം, അതായത് ഫോറിൻ ക്യാപിറ്റൽ, ദേ ലെഫ്റ്റ് ദ കൺട്രി, അവർ രാജ്യം വിട്ടുപോയി. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മാക്രോ പൊളിറ്റിക്സ് അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യം കിട്ടി 1-2 ദശാബ്ദങ്ങൾ കഴിയുന്നു, അപ്പോഴത്തേക്ക്
പല ആക്റ്റുകളും വരുന്നുണ്ട് നാഷണൽ ലെവലിൽ. അങ്ങനെ ദാറ്റ് വാസ് നോട്ട് എൻകറേജിങ് ദി ഫോറിൻ ക്യാപിറ്റൽ. സോ ഫോറിൻ ക്യാപിറ്റൽ ലെഫ്റ്റ് ദി കൺട്രി ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ്. പക്ഷേ ലോക്കൽ ക്യാപിറ്റലും ലീവ് ചെയ്തു. നമ്മളത് മനസ്സിലാക്കണം. ഫോറിൻ ക്യാപിറ്റൽ മാത്രമല്ല പോയത്, ലോക്കൽ ക്യാപിറ്റലും സ്ഥലം വിട്ടു. എങ്ങോട്ടേക്ക് പോയി? അടുത്ത നെയ്ബറിങ് സ്റ്റേറ്റ്സിലേക്ക് പോയി. നിങ്ങൾ നോക്കിക്കോളൂ, പല പിന്നെ കാഷ്യൂവിൻ്റെ കാര്യത്തിലായാലും കൊയറിൻ്റെ കാര്യത്തിലായാലും ഈ ലോക്കൽ ക്യാപിറ്റലും പതുക്കെ കേരളം വിട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡി അഗ്രേറിയനൈസേഷൻ നടക്കുന്നു, ഡി ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നു. ഓബ്വിയസ്ലി ദ നെറ്റ് റിസൾട്ട് വുഡ് ബി സ്റ്റാഗ്നേഷൻ. ആ സ്റ്റാഗ്നേഷനെ ബ്രേക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അൺസ്കിൽഡ് ലേബറാണ്. ഈ അൺസ്കിൽഡ് ലേബർ ഗൾഫിൽ പോവുകയും ആ ഗൾഫിൽ നിന്ന് പണം കേരളത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ആ പുസ്തകത്തിൽ വളരെ ഓപ്പണായിട്ട് എഴുതിയിട്ടുണ്ട്, ഹാഡ് ദർ ബീൻ നോ ഗൾഫ് റെമിറ്റൻസ് കേരള മോഡൽ വുഡ് ഹാവ് ബീൻ ഡെഡ് ലോങ് ബാക്ക് എന്ന് നമ്മൾ കറക്റ്റ് ഓപ്പണായിട്ട് എഴുതിയിട്ടുണ്ട്. കേരള മോഡൽ പണ്ടേ തകർന്നു പോയേനെ. എന്തില്ലായിരുന്നുവെങ്കിൽ ഈ അൺസ്കിൽഡ് ആയിട്ടുള്ള ഈ തൊഴിലാളികൾ ഗൾഫിൽ പോയി പണം അയച്ചില്ലായിരുന്നുവെങ്കിൽ. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിനെ മീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾക്ക് എക്കോണമി വളരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നീട് സ്ഥാപിച്ചെടുക്കുന്ന ഒരു വിഷയം. അതിൽ പിന്നെ ബ്രേക്ക് വരുന്നത് എപ്പോഴാണെന്നുള്ളതാണ് പിന്നീട് ചോദ്യം. അതിൽ ബ്രേക്ക് വരുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയാം, 2016 ലെഫ്റ്റ് ഗവൺമെൻറ്റാണ്. 2016 വരുന്ന ലെഫ്റ്റ് ഗവൺമെൻറ് രണ്ട് കാര്യം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്ന്, അവർ പൊളിറ്റിക്സിനെ തന്നെ റീഓറിയൻറ്റ് ചെയ്തു, രാഷ്ട്രീയത്തെ തന്നെ റീഓറിയൻറ്റ് ചെയ്തു. മറ്റൊന്ന്, എക്കണോമിക് സ്ട്രാറ്റജീസ് തന്നെ ഒരു പുതിയൊരു റീഓറിയൻറ്റേഷൻ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ആൻഡ് ഇൻ ദാറ്റ് പ്രോസസ് ദേ റീഇൻവെൻറ്റഡ് ബൈ ദംസെൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരള മോഡലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പണം ഇല്ലായിരുന്നെങ്കിൽ കേരള മോഡൽ തീർന്നു പോയനെ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ലെഫ്റ്റ് 2016 റീഇൻവെൻറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലെഫ്റ്റ് തന്നെ റിഡൻഡൻ്റ് ആയി പോയനെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രൊഫസർ കാർത്തികേയൻ നായർ സാറോ അല്ലെങ്കിൽ ഗോഡ്വിനോ അല്ലെങ്കിൽ നിങ്ങളോ സമ്മതിക്കണമെന്നില്ല. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, എനിക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2016 ആകുമ്പോഴത്തേക്കും വന്ന സർക്കാർ ഈ സ്വയം റീഓറിയൻറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ ലെഫ്റ്റ് തന്നെ കേരളത്തിൽ റിഡൻഡൻ്റ് ആയി പോയനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ റീഇൻവെൻഷൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നടന്നത്? വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, യു ഹാവ് ഓൾറെഡി കമ്മിറ്റഡ് യുവർ സെൽഫ് ടു ഹൈ ലെവൽസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. നിങ്ങൾക്ക് മീറ്റ് ചെയ്തേ പറ്റും. പക്ഷേ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ ഒരിടത്തും തന്നെ ബേസിക് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ നെവർ എവർ ക്രിയേറ്റഡ് വാട്ട് ഈസ് കോൾഡ് എക്കണോമിക് ഗ്രോത്ത് എനിവെയർ ഇൻ ദ വേൾഡ്. ഒരു ലോകത്ത് ഒരിടത്തും ചെയ്തിട്ടില്ല, എനി ടൈം, ഒരു സമയത്തും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദാറ്റ് കുഡ് ബി ജനറേറ്റഡ് ഓൺലി ത്രൂ പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ എക്കണോമിക് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് സാഡ്ലി യു ഡോണ്ട് ഹാവ് മണി വിത്ത് യു. സോ ദ ഓൺലി പൊട്ടൻഷ്യൽ, ദ ഓൺലി പോസിബിലിറ്റി ഈസ് ടു ഇൻവൈറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് യു നീഡ് ടു ബി ഫ്രണ്ട്ലി. യു നീഡ് ടു ബി ഫ്രണ്ട്ലി വിത്ത് പ്രൈവറ്റ് ക്യാപിറ്റൽ. അത്രയും നമ്മൾ പറയുന്നുള്ളൂ. When I say that if you need to be friendly with the private capital, I also mean that you need to be friendly with the market forces. മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടും നിങ്ങൾ ഫ്രണ്ട്ലി ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്കോണമിയെ ആ അർത്ഥത്തിൽ ലിബറേറ്റ് ചെയ്തെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് വിഷയം. സോ യു നീഡ് എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്റ്റേറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരേ സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റിനോട് ഫ്രണ്ട്ലിനെസ് സാധ്യമാകുന്നു, നിങ്ങൾക്ക് പ്രൈവറ്റ് ക്യാപിറ്റലിനോട് ഫ്രണ്ട്ലിനെസ് സാധ്യമാകുന്നു. അതേസമയം തന്നെ നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ പവർ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ MSMEs എടുത്തു നോക്കിക്കോളൂ. കേരളത്തിലെ MSMEs എന്ന് പറയുന്നത്, ഒന്ന്, അതിൽ വിമൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, വിമൻ ഓൺട്രപ്രണേഴ്സ് വളരെ കൂടുതലാണ്. പ്രതീക്ഷിക്കാത്ത തലത്തിലാണ് നമ്മൾ MSMEs ജോബ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 3.5 ലക്ഷം MSMEs വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ധാരണയുണ്ടാവും, കേരളത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുതലല്ലേ. അതൊന്നും ആ അർത്ഥത്തിൽ ശരിയല്ല കേട്ടോ. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയാം.
നമുക്ക് കണക്ക് വെച്ച് സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണക്ക് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ഫിഗറൊന്നും ആ അർത്ഥത്തിൽ ശരിയല്ല. കാരണം 2016 ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്കിലും നമ്മുടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 11% ഇന്ന് ആ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു 7% മാത്രമേ ഉള്ളൂ. അത് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കെടുത്താൽ, ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് പറയുന്നത്, ഏർബൻ ഫീമെയിൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. എന്ന് വെച്ചാൽ ഏർബൻ സെക്ടറിൽ സ്ത്രീകൾക്ക് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ വളരെ സിവിയറായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ആ അർത്ഥത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ, അല്ല നമുക്ക് വേണ്ടത്ര തൊഴിൽ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് തൊഴിലില്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും തൊഴിലെടുക്കാൻ പോകാത്തത്. ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഡിഫോൾട്ട് ഇൻകം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ധൃതി പിടിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു ലേബർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ നിങ്ങൾ സ്വയം വിസമ്മതിക്കുന്നു എന്നുള്ളതും കൂടെ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമുക്കൊരു ഡിഫോൾട്ട് ഇൻകം ഉണ്ട്. നിങ്ങളിപ്പോൾ 4 കുട്ടികൾ അവിടെ ഇരിക്കുക. ആ 4 കുട്ടികളിലെ ഒരാളോടെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഒരു ഫോറിൻ റെമിറ്റൻസ് കണക്ഷൻ ഉണ്ട് എന്നാണ് കേരളത്തിലെ പഠനങ്ങൾ കാണിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദാറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് എ ഫ്ലോ ഓഫ് ഇൻകം ടു യുവർ ഹൗസ് ഹോൾഡ്. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോബ് ഉണ്ടെങ്കിൽ യു ആർ നോട്ട് കമ്പൽഡ് ടു എൻറ്റർ ഇൻ ടു ദാറ്റ് ലേബർ മാർക്കറ്റ്. ബിക്കോസ് ഈവൻ അതർവൈസ് യു ആർ ഇൻ എ പൊസിഷൻ ടു മീറ്റ് യുവർ ബേസിക് എക്സ്പെൻസസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രോത്ത് കേരളത്തിലുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് യു ആസ്ക് മീ വാട്ട് എക്സാക്ട്ലി ഈസ് വാട്ട് ഈസ് കോൾഡ് ദ യുണീക്ക് സിംഗുലർ ഫിനോമിനൻ ഓഫ് കണ്ടംപററി ടൈംസ് ഇൻ കേരള എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ഉത്തരമാണ് പറയുക. ഒന്ന്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറ്റേ കാര്യങ്ങളൊക്കെ കുറച്ച് വിശദീകരിച്ചു എന്നാണ് തോന്നുന്നത്. അതായത് ഒരേ സമയത്ത് ഡി എഗ്രിയറൈസേഷൻ വരുന്നു, ഡി ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു. ഇവർ ക്യാപിറ്റൽ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു. ക്യാപിറ്റൽ പിന്നെ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ അധികം സൂചിപ്പിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ഒരു ലേബർ കോസ്റ്റ് തന്നെയാണ്. ട്രേഡ് യൂണിയൻ റാഡിക്കലിസം, ട്രേഡ് യൂണിയൻ മിലിറ്റൻസി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ട്രേഡ് യൂണിയൻ റാഡിക്കലിസം തെറ്റായിരുന്നെന്നോ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി തെറ്റായിരുന്നെന്നോ ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു എക്സ്ട്രാ പ്രഷർ, ഒരു ഇൻഡസ്ട്രിക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു എക്സ്ട്രാ പ്രഷർ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷനേ ഉള്ളൂ. ജസ്റ്റ് ലീവ് ദ കൺട്രി, ജസ്റ്റ് ലീവ് ദ സ്പേസ്, യു ഫൈൻഡ് ഔട്ട് എ ന്യൂ ഏരിയ ഓഫ് അക്യൂമുലേഷൻ. കാൾ മാർക്സൊക്കെ പറയുന്നുണ്ടല്ലോ, യങ് ഏരിയാസ് ഓഫ് അക്യൂമുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഏറ്റവും ചെറുപ്പമുള്ള ഒരു ഏരിയ ഓഫ് അക്യൂമുലേഷൻ തേടി 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 ക്യാപിറ്റൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പുറത്തേക്ക് പോയല്ലോ. നമ്മളെന്തുകൊണ്ടാണ് പോയത്? കൂടുതൽ വരുമാനം അന്വേഷിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോയത്. മിഡിൽ ഈസ്റ്റ് പോയി. മിഡിൽ ഈസ്റ്റിൽ നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആ സെക്കൻഡ് ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതൽ കൂടുതൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് മറ്റ് മൈഗ്രൻ്റ് വർക്കേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈ ഇസ് ഇറ്റ് സോ? ഞാൻ ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, കേരള ഹാസ് ബിക്കം എ വെൽഫെയർ മാഗ്നറ്റ് സ്റ്റേറ്റ് ഫോർ മൈഗ്രൻ്റ് വർക്കേഴ്സ്. ഇതൊരു വെൽഫെയർ മാഗ്നറ്റ് സ്റ്റേറ്റാണ് മൈഗ്രൻ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണ്? നാഷണൽ ആവറേജിനേക്കാളും ഇരട്ടിയിലധികമാണ് കേരളത്തിലെ വേതനം എന്ന് പറയുന്നത്. നാഷണൽ ആവറേജിനേക്കാളും ഇരട്ടിയിലധികം വേതനം. അതുകൊണ്ട് മാത്രമാണോ അവർ വരുന്നത്? അല്ല. ഇപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടുത്തെ നമ്മുടെ അതിഥി തൊഴിലാളികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നതിന് വേറെയും കുറേ കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം, സ്വതന്ത്രമായി രാഷ്ട്രീയം സംസാരിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി ഒരു റേഷൻ ഷോപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് അരി വാങ്ങാം. ഇതൊക്കെ ലഭ്യമാക്കിയ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമായിരിക്കുന്നതാണ് ഞാൻ തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു വെൽഫെയർ മാഗ്നറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം മാത്രമേ ഉള്ളൂ എന്ന്. അതിനർത്ഥം മറ്റൊന്നും കൂടിയാണ്, ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളെയും അവരെ പ്രോസ്പറസ് ആക്കി മാറ്റുന്നതിൽ കേരളത്തിന് നിർണായക പങ്കുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് കേരള എക്കോണമിയെ നിലനിർത്തുന്നതിൽ
നമ്മുടെ പ്രവാസി മലയാളികളായാലും നമ്മുടെ അതിഥി തൊഴിലാളികളും നിർണായക പങ്ക് വഹിക്കുമ്പോൾ തന്നെ ഈ അതിഥി തൊഴിലാളികൾ വരുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, ബീഹാർ, UP, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ഈ സംസ്ഥാനങ്ങളെ കുറെ കൂടെ പ്രോസ്പറസ് ആക്കുന്നതിൽ കേരളം നിർണായക പങ്ക് വഹിക്കുന്നു എന്ന കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. 8,000 to 9,000 crore, 8,000 കോടിയിലധികം, 8,500 കോടിയിലധികം രൂപ ആനുവലായിട്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, ഈ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് വലിയൊരു ഫ്ലോ ആണ്. നമുക്ക് പുറത്തുനിന്ന് ഇൻകം വന്നിട്ടാണ് കേരള മോഡലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തെടുത്തത് ഒരു കാലത്തെങ്കിൽ ഇന്നും അതിൽ അവർക്ക് നല്ലൊരു പങ്കാണുള്ളത്. 2 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ NRI ലെവലിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല നിർണായക പങ്ക് ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ മറ്റ് പുവർ സ്റ്റേറ്റുകളെയും നമ്മൾ, ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് ദ വേർഡ് വി ആർ സബ്സിഡൈസിങ് ദോസ് പുവർ സ്റ്റേറ്റ്സ്, കാരണം നമ്മൾ അവരെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കേരളം കാരണം അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളും ഒട്ടേറെ നേട്ടങ്ങൾ നേടുന്നുണ്ട് എന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. കാരണം എന്തോ അങ്ങനെയാണ് ആ ലേബർ ഫ്ലോ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിനെയെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ, ഞാൻ അതാണ് പറഞ്ഞത്. 2 കാര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ മറന്നില്ല, അതിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നാൽ ഇപ്പോൾ കാണുന്ന ഒരു ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ അതൊന്നല്ല, 2 ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അങ്ങേയറ്റം ഭംഗിയായിട്ട് നമുക്ക് ഇത് ബാലൻസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതൊക്കെ? സോഷ്യൽ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഹൈബ്രിഡ് സോർട്ട് ഓഫ് എ ഡെവലപ്മെൻറ്റലിസം. ദിസ് ഈസ് ഹൈബ്രിഡ് ഡെവലപ്മെൻറ്റലിസം വേർ യു ക്യാൻ actually balance between these 2 requirements, that is the social development and the economic growth. അതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കുറേ വർഷങ്ങൾ കടന്നുപോയത്. ആ വർഷങ്ങളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഫ് ഇറ്റ് വർ എ കൺട്രി ഇറ്റ് വുഡ് ഹാവ് ബീൻ വൺ ഓഫ് ദി 9th poorest countries in the world എന്ന് ഏർലി 90s പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കുകയായിരുന്നു. അത് പറ്റില്ല. We need to see that ideology is not just a fantasy. It's not a fantasy at all. Ideology is not a fantasy. It is an organizing principle. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഇടതുപക്ഷം 2016 ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. So we wanted to call this new force as new left. This new left is different from the old left at 2 levels. One is that, as we all know, that the old agenda is no more valid. അല്ലേ? പഴയ അജണ്ട ആ അർത്ഥത്തിൽ നിലവിലില്ലല്ലോ. നമ്മുടെ പഴയ അജണ്ട, നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട എന്തായിരുന്നു? നമ്മുടെ ലാൻഡ് റിഫോംസ് ആയിരുന്നു. അതിൽ നമ്മൾ അങ്ങേയറ്റം മുന്നോട്ട് പോയി. ഞാൻ ആ കണക്കിലെടുക്കുന്നില്ല. കേരളത്തിലെ ലാൻഡ്ലെസ്നെസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് താഴേക്ക് വന്നു, ഓരോ വർഷം കഴിയുന്നതോറും താഴേക്ക് വന്നു എന്ന് മാത്രമല്ല, 2016 ആകുമ്പോഴത്തേക്കും നമ്മൾ ലൈഫ് മിഷനിലൂടെ അതിൻ്റെ പുതിയൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭൂമിയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ഇത് കൊടുക്കുക എന്ന് പറയുന്ന 5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതൊരു നിർണായകമായിട്ടുള്ളൊരു മാറ്റമാണ് ആ അർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഹൈബ്രിഡ് ഡെവലപ്മെൻറ്റലിസം എന്ന് ഞാൻ വിളിക്കുന്ന, ഒരേ സമയത്ത് സോഷ്യൽ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഗ്രോത്തും മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അത് മാത്രമല്ല, ദാറ്റ് ഇസ് ഹാപ്പനിങ് വിത്തിൻ ദ സ്റ്റേറ്റ്. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾ ഇതിനെ പരിശോധിക്കുമ്പോൾ again you will find some sort of a hybrid developmentism taking place. അതെന്താണ്? You all know, very familiar with the Scandinavian mode of development, അല്ലേ? സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങളൊക്കെ ഭാവിയിൽ പോകുന്നവരായിരിക്കും. സ്വാഭാവികമായിട്ടും സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റിലേക്ക്. നമ്മൾ ഒരു 5 വർഷമായിട്ട് നിങ്ങൾ അവിടെ ജീവിക്കുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളൊരു ആശുപത്രിയിലൊന്നും പോയിട്ടില്ല എന്ന് വിചാരിച്ചോ, എന്നാൽ പോലും നിങ്ങൾ ആശുപത്രിയിലെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത്ര ഇക്യൂട്ടബിളായിട്ടുള്ള ഇഗാലിറ്റേറിയൻ ആയിട്ടാണ് ആ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് ഇൻ ദ UK ഓൾസോ യു നീഡ് നോട്ട് പേ എനിത്തിങ്. UK നിങ്ങൾ പറയാറുണ്ടല്ലോ, വലിയൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് ഇംഗ്ലണ്ട്, അമേരിക്ക. ഓഫ് കോഴ്സ് അമേരിക്ക ഇസ് ഡിഫറെൻറ്റ്. ഇംഗ്ലണ്ട് വലിയ ക്യാപിറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞ്, പക്ഷേ ഇംഗ്ലണ്ടിൽ നിങ്ങൾ ഒരു
പൈസയും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഇറ്റ് ഈസ് ഫ്രീ, ഹെൽത്ത് ഇസ് ഫ്രീ ഫോർ ഓൾ. പക്ഷെ നിങ്ങൾക്കൊരു ഇൻകം കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ, സ്വാഭാവികമായിട്ടും അതിൽ 100 ഷെയർ ഓട്ടോമാറ്റിക്കായിട്ട് അവരങ്ങോട്ട് എടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ യു നീഡ് നോട്ട് സേ നോ ടു മാർക്കറ്റ്, യു നീഡ് നോട്ട് സേ നോ ടു വാട്ട് ഈസ് കോൾഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ദ ബെസ്റ്റ് തിങ് ഫോർ യു ഇസ് ടു അക്കോമഡേറ്റ് ദം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ ഉണ്ടായിരിക്കണം, ഒരു സ്റ്റേറ്റിൻ്റെ പവർ ഉണ്ടായിരിക്കണം. എന്താണ് ആ പവർ? ആ പവർ എന്ന് പറയുന്നത് ഇതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള പവറാണ്. ആ റെഗുലേഷൻ പവർ തീർത്തും ഇല്ലാതാവുമ്പോഴാണ് നിങ്ങളൊരു ന്യൂ ലിബറൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്. അപ്പോൾ നമ്മൾ 90-കൾ മുതൽ ഈ ആഗോളവൽക്കരണത്തിനെതിരെ സംസാരിച്ചത് ആ അർത്ഥത്തിൽ ശരിയായിരുന്നോ എന്നൊരു ചോദ്യം നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. പൂർണ്ണമായിട്ടും അത് ശരിയായിരുന്നോ, അതോ അതിനെ വ്യത്യസ്തമായ രീതിയിലായിരുന്നില്ലേ നമ്മൾ സമീപിക്കേണ്ടിയിരുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഒരു വിഷയമുണ്ട്. ബിക്കോസ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമോഡിറ്റി ഡ്രിവൺ ഗ്ലോബലൈസേഷന് അല്ലെ കമോഡിറ്റി ഡ്രിവൺ റീജിയണൽ ഇൻറ്റഗ്രേഷന് ലേബർ ഡ്രിവൺ ഇൻറ്റഗ്രേഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ലേബർ ഡ്രിവൺ ഗ്ലോബൽ ഇൻറ്റഗ്രേഷൻ ഉള്ളപ്പോൾ തന്നെ ഈ കമോഡിറ്റി ഡ്രിവൺ സാധനത്തെ നമ്മൾ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വി ആർ ഇൻവെസ്റ്റിംഗ് മോർ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കേരള. നമുക്ക് നല്ല റോഡുകൾ വേണം, നമുക്ക് നല്ല പോർട്ടുകൾ വേണം, നമുക്ക് നല്ല സയൻസ് പാർക്കുകൾ വേണം. എന്നാൽ മാത്രമേ നമ്മൾ നേരത്തെ കണ്ട ഈ 2 ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഉണ്ടല്ലോ, ആ 2 ഇൻറ്റഗ്രേഷനും ഒരുമിച്ച് ചേർത്ത് കേരളം നമ്മൾ പറയുന്നത് പോലെ ഒരു ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ് ഇന്ത്യ എത്തുന്നതിന് മുമ്പേ, എത്രയോ മുമ്പേ കേരളത്തിൽ എത്താൻ കഴിയുക അപ്പോൾ മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൂടെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്, ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്.